മലയിഞ്ചി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെ തൂക്കുപാലമാണ് അതെ നാട്ടുകാർ ഉണ്ടാക്കിയതാണ്. തൊടുപുഴയിൽ നിന്ന് നമുക്ക് ഏകദേശം 23 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. ശരിക്കും ഒന്ന് കുളിക്കാനും വേണ്ടി ഇറങ്ങിയതാണ്. നല്ല ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു പുഴയാണ് ഈ പാലത്തിൻ്റെ ചുവട്ടിൽ. 2 മരങ്ങൾക്കിടയിൽ കണ്ടോ ഒരു വഴി പോലെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 3, 4, 5 കുടുംബങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് നല്ല വെള്ളാരം കല്ലുകളും ശുദ്ധമായ ജലവും ചീവീടുകളുടെ ശബ്ദമൊക്കെ ഭയങ്കര നന്നായിട്ട് കേൾക്കാം. വെള്ളം ഒഴുകുന്ന ശബ്ദമൊക്കെ നല്ല രസമാണ്. ഇവിടെയൊക്കെ കുളിക്കാനാണെങ്കിൽ നല്ല, നീന്താനൊന്നും പറ്റത്തില്ല, കുളിക്കാനൊക്കെ ഭയങ്കര രസമാണ്. തൂക്കാലം മരം ഇങ്ങനെ കുട്ടി ചേർത്തിട്ട് കയറ് കൊണ്ട് അതുപോലെ ആണിയൊക്കെ അടിച്ചിട്ട് നിർമ്മിച്ചതാണ്. കുറേ കുട്ടികൾ ആ പാലത്തിൽ കൂടെ റിസ്ക് എടുത്ത് നടന്നു വരുന്നുണ്ട്. പാലത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ്. ഇത് പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ടുള്ളൊരു വഴിയാണ്. ഇതിൽ മുന്നോട്ട് പോകാൻ പേടിയായിരുന്നു. എന്തോ ചുറ്റിനും കാടാണ്, ആനയൊക്കെ വരുമെന്നുള്ളൊരു പേടിയുണ്ട്. ഇതിൻ്റെ ഈ വഴിയുടെ മുന്നിൽ ഭയങ്കര ഈറ്റക്കാടാണ് കണ്ടോ. അതിൻ്റെ കുറച്ച് ഞാനങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കി. പിന്നെ ഇങ്ങനെ ഈറ്റക്കാട് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കൂടി വന്നതോടുകൂടി പിന്നെ തിരിച്ചു പോകും. രസമൊക്കെ കാണാനൊക്കെ വെള്ളമൊക്കെ വീഴുന്നത് ആ മരത്തിൻ്റെ ശിഖരത്തിൻ്റെ വേരിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വീഴുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ പല നിറത്തിലുള്ള വെള്ളാരം കല്ലുകളുണ്ട്. ചുവന്നതും മഞ്ഞതും കറുപ്പും ഇങ്ങനെ പല ടൈപ്പ്. അതുകൊണ്ട് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് ആണിയും കയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ മഴയെന്ന് പറഞ്ഞാൽ മഴയായിട്ടില്ല, ചെറിയ ചാറ്റമഴയും കാറ്റും അതുപോലെ തന്നെ നല്ല മൂടൽ മഞ്ഞും ഉണ്ടായതൊരു പ്രത്യേക രസമായിരുന്നു. ടെനിസാർ ഒരാളെ പരിചയപ്പെട്ട് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. നല്ല ശുദ്ധമായ വെള്ളം. അദ്ദേഹം ഈ നാട്ടുകാരനാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചത്. ആ തൂക്കുപാലത്തിനപ്പുറത്ത് ഏതാണ്ട് 3 കുടുംബങ്ങളോളം താമസിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുകളിൽ മഴ പെയ്യുകയാണെങ്കിൽ ഭയങ്കര വെള്ളം ഇതിൽ വരും. അന്നേരത്തേക്ക് നമ്മൾ സൂക്ഷിക്കണം. ഈ പറഞ്ഞ പോലെ മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ നല്ല രസം. എവിടെ നോക്കുമ്പോൾ തൂക്കുപാലം നമുക്ക് കാണാൻ പറ്റില്ല. അതിൽ റിസ്ക് എടുത്ത് ഞാനിതിലൊന്ന് കയറി അതിൻ്റെ അപ്പുറത്തേക്ക് എത്തി തിരിച്ചു പോകും. നമ്മുടെ വെള്ളാരം കല്ലുകൾ കിടക്കുന്നുണ്ട്, വെള്ളയും കറുപ്പും നല്ല ഭംഗിയുള്ള വെള്ളാരം കല്ലുകൾ. ഏതായാലും ഒരിക്കൽ കൂടി പോകണം ഇവിടെ.